സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടന്റും ഭർത്താവും മരിച്ച നിലയിൽ കണ്ടെത്തി. പിന്നിൽ ബ്ലേഡ് മാഫിയ. ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് രശ്മി സുകുമാരൻ ഭർത്താവും കരാറു പണിക്കാരനുമായ രാമപുരം കുടപ്പുലം തെരുവയിൽ വിഷ്ണു എസ് നായർ എന്നിവരെ ഇന്ന് രാവിലെ പനക്കപ്പാലത്ത് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി സഹിക്കവയ്യാഞ്ഞ് എന്ന് വിവരം. കോവിഡിന് ശേഷം സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് വിഷ്ണു ബ്ലേഡ് മാഫിയയുടെ കയ്യിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനായി ലക്ഷങ്ങൾ കടം വാങ്ങിയിരുന്നു. സാമ്പത്തികമായി പ്രതിസന്ധിയിലായ വിഷ്ണുവിന് പലിശയും മുതലും സമയത്ത് കൊടുക്കുവാൻ സാധിക്കാതെ വന്ന് മാസങ്ങളായി അടവും മുടങ്ങി. കടുത്തുരുത്തിയിലെ ബ്ലേഡ് മാഫിയയുടെ കയ്യിൽ നിന്നായിരുന്നു വിഷ്ണു പണം കടം വാങ്ങിയത്. പലിശ തുടർച്ചയായി മുടങ്ങിയതോടെ ഭീഷണിയുമായി ബ്ലേഡ് മാഫിയ നിരന്തരം ശല്യവും തുടങ്ങി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് വീട്ടിലെത്തിയ സംഘം വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. അയൽപക്കത്തുകാരൻ നോക്കി നിൽക്കെയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന രശ്മിയെ അവിടെ എത്തിയും പണം നൽകുവാനുണ്ടെന്ന് പറഞ്ഞ് ഇവർ പരസ്യമായി അപമാനിച്ചു എന്നാണ് വിവരം. ഇതോടെയാണ് ദമ്പതികൾ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ വിഷ്ണുവിൻ്റെ മാതാവ് ഇവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. തുടർന്ന് മാതാവ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. എന്നാൽ ഇവരുടെ കിടപ്പുമുറി ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. കതക് തുറന്നു നോക്കിയപ്പോൾ ദമ്പതികൾ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഇരുവരുടെയും കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു. സമീപത്തായി ഒരു സിറിഞ്ചും കണ്ടെത്തിയിട്ടുണ്ട്. വിഷം കുത്തിവെച്ച് മരിച്ചുവെന്നാണ് പ്രാഥമികമായ നിഗമനം. ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ നടത്തി. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ നടന്നിട്ടുള്ള പല ആത്മഹത്യകളുടെയും പ്രധാനപ്പെട്ട കാരണം ബ്ലേഡ് മാഫിയകളുടെയും മൈക്രോ ഫിനാൻസ് ബാങ്കുകളുടെയും പീഡനം സഹിക്കവയ്യാഞ്ഞാണ്. കടം മേടിച്ച പണം കൊടുക്കുവാൻ നിർവാഹമില്ലാതെ നാണക്കേട് ഭയന്ന് ഇവർ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്നു. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവർ അറ്റകൈ എന്ന നിലയിൽ കുർവാസനം പോലെയുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങളിലും കള്ളപ്പാച്ചർമാരുടെയും ധ്യാനക്കുറുക്കന്മാരുടെയും ഒക്കെ അടുത്തുപോയി അവിടെയും പൈസ കളയുന്നു. അവിടെ ചെല്ലുമ്പോൾ നിന്റെ കടമെല്ലാം മാറിയിരിക്കുന്നു, എല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് പ്രതീക്ഷ കൊടുത്തു വിടുന്നു, മോഹന വാഗ്ദാനം നൽകി വിടുന്നു. കുറച്ചു നാളുകൾ കൂടെ അവർ പ്രതീക്ഷയോടെ നീങ്ങുന്നു. അവസാനം ഒന്നും നടക്കാതെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് സ്വയം ഇല്ലാതാകുന്നു. ഇതൊന്നും പക്ഷേ വാർത്തകളാകുന്നില്ല. ചില വ്യത്യസ്തമായ മരണങ്ങൾ മാത്രം മാധ്യമങ്ങളിൽ വരുന്നു, അത്രമാത്രം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.